ഡൽഹിയിലേക്കാണ് കണ്ണുകളെല്ലാം. ഒരുപാട് ദിവസം നമ്മളിങ്ങനെ കാത്തിരുന്നു ആരാണ് മുഖ്യമന്ത്രി എന്നറിയാൻ വേണ്ടി. ഇന്നുണ്ടാകും എന്ന് തന്നെയാണ് സൂചനകൾ. അവസാനവട്ട കൂടിക്കാഴ്ചകൾ ഡൽഹിയിൽ നടക്കുകയാണല്ലേ? തീർച്ചയായും അന്തിമഘട്ട കൂടിക്കാഴ്ചകളിലേക്ക് കടക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് രാജാജി മാർഗിലെ 10-ാം നമ്പർ വീടാണ്. മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയാണ്. ഇവിടെയാണ് രാഹുൽ ഗാന്ധിയുമായിട്ടുള്ള ആ നിർണായക കൂടിക്കാഴ്ച. നമ്മൾ ഇവിടെ എത്തിയിരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതുപോലെ മറ്റ് കൂടിക്കാഴ്ചകൾ നേതാക്കളൊക്കെ ഇവിടെ എത്തി കൂടിക്കാഴ്ചകളൊക്കെ തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് മണിക്കൂറുകളോളമൊക്കെ അന്ന് ആ കൂടിക്കാഴ്ച നീണ്ടു നിന്നിരുന്നു. രമേശ് ചെന്നിത്തല, ഒപ്പം തന്നെ വി ഡി സതീശൻ, കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇവിടെ എത്തുകയും അവർ ആശയവിനിമയം ഒക്കെ തന്നെ നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് മണിക്കൂറുകളോളം ആ കൂടിക്കാഴ്ച നീണ്ടുപോയൊരു സാഹചര്യവും ഒക്കെ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നൊക്കെ തന്നെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും ഈ വസതിക്ക് മുന്നിൽ പിന്നീട് നേതാക്കൾ എത്തുകയും ഈ ഫ്ലക്സ് യുദ്ധമൊക്കെ അവസാനിപ്പിക്കണമെന്നാണ് അന്ന് നേതാക്കൾ പ്രതികരിച്ചത്. അതേ വസതിക്ക് മുൻപിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇന്ന് വൈകിട്ട് 5 മണിക്കാണ് നിർണായകമായിട്ടുള്ള കൂടിക്കാഴ്ച ഉണ്ടാവുക. അത് ഏതാണ്ട് എത്ര മണിക്കൂറോളം, എത്ര സമയം എടുത്ത നീളും എന്നുള്ളതാണ് ഇനി അറിയേണ്ടതായിട്ടുള്ളത്. ഇതിനി ഏതാണ്ട് കുറച്ച് സമയം മാത്രമാണ് ആ കൂടിക്കാഴ്ചയ്ക്കായുള്ളത്. അതിനുശേഷം അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയാൽ ഉടനെ തന്നെ പ്രഖ്യാപനത്തിലേക്ക് അടക്കം കടക്കാനുള്ള സാധ്യതയാണുള്ളത്. നമുക്കിപ്പോൾ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയുടെ ദൃശ്യങ്ങളാണ് കാണാൻ കഴിയുന്നത്. ഇവിടെയാണ് നിർണായകമായിട്ടുള്ള കൂടിക്കാഴ്ച ഇന്ന് ഉണ്ടാവുന്നത്. രാഹുൽ ഗാന്ധി അല്പസമയത്തിനകം എത്തിച്ചേരും. 5:30 നിലവിൽ കൂടിക്കാഴ്ചയ്ക്കായി സമയം നൽകിയിരിക്കുന്നത്. അതിനനുസരിച്ച് ഉള്ള തയ്യാറെടുപ്പുകൾ ഇതിനോടകം തന്നെ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഒരു പ്രഖ്യാപനം ഇന്ന് തന്നെ ഉടൻ തന്നെ ഈ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയാൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 3 ക്യാമ്പുകളും വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണുള്ളത്. അത് ഈ MLA-മാരുടെ അടക്കമുള്ള വലിയ പിന്തുണ അത് പരിഗണിക്കണമെന്ന ഒരു വിഭാഗം നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യത്യസ്ത സാഹചര്യമാണെന്നും അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ഒരു ജനവികാരം അതിനാണ് പ്രാധാന്യം നൽകേണ്ടതെന്നും മറ്റൊരു വിഭാഗവും ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ഇതിൽ ഏത് കാര്യങ്ങൾക്കൊക്കെ ആയിരിക്കും പ്രാധാന്യം നൽകുക എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അതാണ് നമുക്ക് അറിയേണ്ടതായിട്ടുള്ളത്. ഏതാണെങ്കിലും മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിലെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വൈകിട്ട് 5:30 ഈ കൂടിക്കാഴ്ച നിശ്ചയിച്ചിരിക്കുന്നത്. ആ സമയമനുസരിച്ച് രാഹുൽ ഗാന്ധി ഈ വസതിയിലേക്ക് എത്തിച്ചേരും. ശേഷമായിരിക്കും നമ്മൾ കാത്തിരിക്കുന്ന നിർണായകമായിട്ടുള്ള കൂടിക്കാഴ്ച ഉണ്ടാവുക. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 10 ദിവസമായി ഈ ഒരു കാത്തിരിപ്പിലാണ്. കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി ആര്? ഒരുപക്ഷെ കോൺഗ്രസിനേക്കാൾ അപ്പുറം ഘടകകക്ഷികളെ പോലും വലിയ ആശങ്കയിലും വലിയ കുഴപ്പത്തിലേക്കുമൊക്കെ എത്തിച്ചൊരു സാഹചര്യമുണ്ട്. ഇന്ന് ലീഗ് ഉൾപ്പെടെയുള്ള നേതാക്കളും ഒപ്പം തന്നെ കോൺഗ്രസിന്റെ തന്നെ മുതിർന്ന നേതാക്കളും ഒക്കെ പറഞ്ഞത് ഇത്രയും വൈകിപ്പിക്കരുതായിരുന്നു. അതിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു ആശങ്ക, ഒപ്പം തന്നെ ഈ ഒരു വലിയ വിജയത്തിന്റെ ശോഭയടക്കം കെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന തരത്തിലൊക്കെ ഒരു വിയോജിപ്പ് നേതാക്കൾ തന്നെ നേരത്തെ മുന്നോട്ട് വെച്ചതാണ്. ഇങ്ങനെയുള്ളൊരു സമ്മർദ്ദങ്ങളും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തർക്കങ്ങളും ഒക്കെ തുടരുമ്പോഴും ഈ അവകാശവാദത്തിൽ നിന്ന് ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോകാൻ 3 നേതാക്കളും തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. നമ്മളിപ്പോൾ കണ്ടത് മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയാണ്. ഇവിടെ എത്തി നേതാക്കൾ അന്ന് ഈ ഖർഗെയുമായൊക്കെയായി സംസാരിച്ചപ്പോൾ വലിയ അവകാശവാദങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് അവർ ഓരോരുത്തരും അർഹർ ഈ സ്ഥാനത്തേക്ക് എന്നുള്ള കാര്യങ്ങൾ അവർ ഹൈക്കമാൻഡിനെയൊക്കെ ബോധ്യപ്പെടുത്തിയതാണ്. അതിൽ സീനിയോറിറ്റി പരിഹരിക്കണമെന്ന്, സീനിയോറിറ്റിയാണ് അവിടെ കൃത്യമായി നമ്മൾ വിലയിരുത്തേണ്ടതെന്നും സീനിയോറിറ്റി കൃത്യമായും പരിഗണിക്കപ്പെടണമെന്ന് രമേശ് ചെന്നിത്തല മുന്നോട്ട് വയ്ക്കുന്നു. ഒപ്പം തന്നെ ഈ മിന്നം വിജയം അത് താൻ ലീഡ് ചെയ്തത് കൊണ്ടാണ് ഉണ്ടായതെന്നൊരു അവകാശവാദം വി ഡി സതീശൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഘടകകക്ഷികളുടെ പിന്തുണയും കേരളത്തിലെ പൊതുവെയുള്ളൊരു ജനങ്ങളുടെ വികാരവും ഒക്കെ വി ഡി സതീശന് അനുകൂലമാണെന്ന് അദ്ദേഹവും കൂടിക്കാഴ്ചയിൽ ഹൈക്കമാൻഡിനെ ധരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ കോൺഗ്രസ് സ്വീകരിച്ചു വന്ന ഒരു കീഴ്വഴക്കമുണ്ട്. അത് ഈ MLA-മാരുടെ പിന്തുണ ആർക്കാണുള്ളത് അവരെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. കേരളത്തിലും അത് തന്നെയാണ് വേണ്ടത്. കേരളത്തിലെ സാഹചര്യം അത്തരത്തിലേക്ക് വ്യത്യസ്തമല്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ കെ സി വേണുഗോപാലും മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഏതാണെങ്കിലും ഇപ്പോഴും ഈ 3 ക്യാമ്പുകളും വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണുള്ളത്. നമ്മൾ നിൽക്കുന്നത് അടുത്ത അരമണിക്കൂർ കൂടി കാത്തിരുന്നാൽ നിർണായകമായിട്ടുള്ള കൂടിക്കാഴ്ച നടക്കുന്ന മല്ലികാർജ്ജുൻ ഖർഗെയുടെ ഡൽഹിയിലെ വസതിയിലാണ്. യെസ്, വിനീത സൂചിപ്പിച്ചതുപോലെ 3 ക്യാമ്പുകളുടെ നെഞ്ചിടിപ്പേറുകയാണ്. കെ സി വേണുഗോപാലിനായി ഒരു പക്ഷം, വി ഡി സതീശനായി ഒരു പക്ഷം, ഒപ്പം തന്നെ രമേശ് ചെന്നിത്തലയ്ക്കായി ഒരു പക്ഷം. ഈ 3 ക്യാമ്പുകളുടെയും നെഞ്ചിടിപ്പേറുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.